അടുത്ത എക്സാമ്പിൾ, for all n greater than or equal to 1, n belongs to n, prove that 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc. plus 1 by n into n plus 1 equal to n by n plus 1. അപ്പോൾ ഇവിടെ ഈ പോയിന്റ് ഇട്ടിരിക്കുന്ന ഇൻറ്റുവിനെ സൂചിപ്പിക്കാനാണ്. 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc. plus 1 by n into n plus 1 equal to n by n plus 1 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിനെ പി ഓഫ് എൻ എടുക്കാം. ലെറ്റ് പി ഓഫ് എൻ 1 by 1 into 2 plus 1 by 2 into 3 plus etc. plus 1 by n into n plus 1 ഈക്വൽ ടു n ബൈ n പ്ലസ് 1. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പി ഓഫ് 1 ട്രൂ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഫോർ n ഇസ് ഈക്വൽ ടു 1. അപ്പോൾ പി ഓഫ് 1 എന്താണെന്ന് നോക്കും. പി ഓഫ് 1ൻ്റെ LHS എടുക്കേണ്ടത് ഇതിനകത്ത് ഫസ്റ്റ് ടൈം മാത്രം എടുത്താൽ മതി. LHS ഈക്വൽ ടു 1 ബൈ 1 ഇൻറ്റു 2, ദാറ്റ് ഈസ് 1 ബൈ 2. ഇനി RHS എന്തോരും? RHS ഈക്വൽ ടു n പകരം ഇവിടെ 1 കൊടുക്കുക, ദാറ്റ് ഈസ് 1 by 1 plus 1. n by n plus 1 ആയതുകൊണ്ട് n പകരം 1 കൊടുത്താൽ 1 by 1 plus 1, ദാറ്റ്സ് ഓൾസോ ഈക്വൽ ടു 1 by 2. അപ്പോൾ LHSും RHSും സെയിം ആണ്. നമുക്ക് പി ഓഫ് 1 ഈസ് ട്രൂ, അല്ലെങ്കിൽ പി ഓഫ് n ഈസ് ട്രൂ ഫോർ n ഈസ് ഈക്വൽ ടു 1. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താണ്? പി ഓഫ് n ഈസ് ട്രൂ ഫോർ n ഈസ് ഈക്വൽ ടു k എന്ന് അസ്യൂം ചെയ്യണം. അസ്യൂം ദാറ്റ് പി ഓഫ് n ഈസ് true for n is equal to k. That is, assume that എന്താണ് നമുക്ക് അസ്യൂം ചെയ്യേണ്ടത്? പി ഓഫ് കെ ഏതാണ്? പി ഓഫ് കെ 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc. plus പി ഓഫ് n അവസാനിക്കുന്ന 1 by n into n plus 1 ആണ്. അപ്പോൾ പി ഓഫ് കെ 1 by k into k plus 1 ഈക്വൽ ടു എന്നിന് പകരം RHSൽ എന്നിന് പകരം k കൊടുക്കുമ്പോൾ k by k plus 1 ഈസ് ട്രൂ. അപ്പോൾ ഇത് ട്രൂ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. ഇനി പി ഓഫ് കെ പ്ലസ് 1 എന്താണ്? ദാറ്റ് ഈസ് പി ഓഫ് കെ പ്ലസ് 1 1 by 1 into 2 plus 1 by 2 into 3 plus etc. plus ഇവിടെ പി ഓഫ് കെ 1 by k into k plus 1 ആണ്. അതിൻ്റെ കൂടെ ഒരു ടേം കൂടെ വരും പി ഓഫ് കെ പ്ലസ് 1 ആകുമ്പോൾ 1 by k into k plus 1 പ്ലസ് അടുത്ത ടേം 1 by k plus 1 into k plus 1 plus 1 ആണ് അടുത്ത ടേം. ഈക്വൽ ടു RHSൽ എന്നിന് പകരം k plus 1 കൊടുക്കുക, ദാറ്റ് ഈസ് k plus 1 by k plus 1 plus 1. That is, we have to prove that. നമുക്കിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. പി ഓഫ് കെ പ്ലസ് 1 എന്താണ്? പി ഓഫ് കെ പ്ലസ് 1 1 by 1 into 2 plus etc. plus 1 by k into k plus 1 plus 1 by k plus 1 into then ഇവിടെ k plus 1 plus k plus 1 plus 1 ഉണ്ട്, അത് k plus 2 എന്ന് എഴുതാം. k plus 2 ഈക്വൽ ടു k plus 1 by k plus 2 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. LHS equal to 1 by 1 into 2 plus 1 by 2 into 3 plus etc. plus 1 by k into k plus 1 plus 1 by k plus 1 into k plus 2 equal to. അപ്പോൾ ഇത്രയും ഭാഗത്തിൻ്റെ സം, ഈ ഭാഗത്തിൻ്റെ സം k by k plus 1 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. 1 by 1 into 2 plus 1 by 2 into 3 plus etc. plus 1 by k into k plus 1 equal to k by k plus 1. ഇത് ട്രൂ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ
ത്തിൻ്റെ സമ്മിന് പകരം നമുക്ക് കെ ബൈ കെ പ്ലസ് വൺ കൊടുക്കാം. ഈക്വൽ ടു കെ ബൈ കെ പ്ലസ് വൺ പ്ലസ് അതിൻ്റെ കൂടെ ഇതും കൂടെ ചേർത്താൽ മതിയല്ലോ, 1 ബൈ കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു. നമുക്കറിയാം ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ ഡിനോമിനേറ്റർ സെയിം ആക്കണം. ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ കെ പ്ലസ് വൺ ഉണ്ട്, ഇവിടെ കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു ആണ്. അപ്പോൾ കെ പ്ലസ് ടു കൊണ്ട് ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്റർ സെയിം ആയിക്കോളും. ദാറ്റ് ഈസ് കെ ഇൻറ്റു കെ പ്ലസ് ടു ബൈ കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു പ്ലസ് 1 ബൈ കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു. ദാറ്റ്സ് ഈക്വൽ ടു ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു ആയി, കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു. ന്യൂമറേറ്ററിലോ കെ ഇൻറ്റു കെ പ്ലസ് ടു പ്ലസ് 1 വരും. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് ഈ കെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് കെ സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു 2 2k പ്ലസ് 1 ബൈ കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു. അവർക്ക് ഈ ന്യൂമറേറ്റർ തന്നിരിക്കുന്ന കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 എന്നുള്ളത് കെ പ്ലസ് വണ്ണിൻ്റെ ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ബൈ കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു. ഇപ്പോൾ ന്യൂമറേറ്ററിലെ ഒരു കെ പ്ലസ് വൺ ഡിനോമിനേറ്ററിലെ കെ പ്ലസ് വൺ ക്യാൻസൽ ചെയ്യാം. ഈക്വൽ ടു കെ പ്ലസ് വൺ ബൈ കെ പ്ലസ് ടു എന്ന് കിട്ടും. ന്യൂമറേറ്ററിലെ കെ പ്ലസ് വൺ ഹോൾ സ്ക്വയറിനകത്തെ ഒരു കെ പ്ലസ് വണ്ണും താഴത്തെ കെ പ്ലസ് വണ്ണും കൂടെ ക്യാൻസൽ ചെയ്ത് കെ പ്ലസ് വൺ ബൈ കെ പ്ലസ് ടു ഈക്വൽ ടു RHS. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. നോക്കി, ഇത് കെ പ്ലസ് വൺ ബൈ കെ പ്ലസ് ടു എന്നാണ് നമുക്ക് കിട്ടിയിരുന്നത്, RHS ആയി. അപ്പോൾ പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ എൻ ഈസ് ഈക്വൽ ടു കെ പ്ലസ് വൺ എന്ന് കിട്ടി. ഈസ് ട്രൂ ഫോർ എൻ ഈസ് ഈക്വൽ ടു കെ പ്ലസ് വൺ. ദെൻ നമ്മുടെ 3 സ്റ്റെപ്പുകളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. പി ഓഫ് വൺ ട്രൂ ആണ്, പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ദെയർഫോർ by principle of mathematical induction, P of n is true for all n belongs to n. Okay, proof complete. ഇതുവരെ നമ്മൾ ചെയ്തതെല്ലാം ഓരോ ഇക്വേഷൻസ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. ഇനി നമുക്കിതിൽ നിന്ന് വ്യത്യസ്തമായ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഇങ്ങനെയുള്ള സിമ്പിൾസ് വരുന്നതും അതിനെ ഇനീക്വലിറ്റീസ് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഇനീക്വലിറ്റീസ് ട്രൂ പ്രൂവ് ചെയ്യാനും നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. പ്രൂവ് ദാറ്റ് 2n ഗ്രേറ്റർ ദാൻ n ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് n. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് മീൻസ് നാച്ചുറൽ നമ്പേഴ്സ് n. അപ്പോൾ നമുക്ക് പി ഓഫ് വൺ ആയിട്ട് ലെറ്റ് പി ഓഫ് എൻ 2n ഗ്രേറ്റർ ദാൻ n, അതിനെയാണ് നമ്മൾ പി ഓഫ് എൻ എഴുതുന്നത്. പി ഓഫ് എൻ 2n ഗ്രേറ്റർ ദാൻ n. ഇനി n is equal to 1 ആകുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഫോർ n is equal to 1, പി ഓഫ് വൺ എന്താണ്? 2 ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളതാണ്. 2 എന്ന് പറഞ്ഞാൽ എന്താ? 2 ആണ്. ദാറ്റ് ഈസ് 2 ഗ്രേറ്റർ ദാൻ 1. ട്രൂ ആണല്ലോ, ഈസ് ട്രൂ. പി ഓഫ് വൺ ഈസ് ട്രൂ, അല്ലെങ്കിൽ പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ എൻ ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഇനി നമുക്ക് അസ്യൂം ചെയ്യാം. അസ്യൂം ദാറ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ എൻ ഈസ് ഈക്വൽ ടു കെ. എന്നിൻ്റെ വാല്യൂ കെ ആകുമ്പോൾ പി ഓഫ് എൻ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. ദാറ്റ് ഈസ് പി ഓഫ് കെ 2k, എന്നിന് പകരം കെ കൊടുത്താൽ മതി. 2k ഗ്രേറ്റർ ദാൻ കെ ഈസ് ട്രൂ. അപ്പോൾ ഇതാണ് നമ്മുടെ അസംഷൻ. പി ഓഫ് കെ 2k ഗ്രേറ്റർ ദാൻ കെ ഈസ് ട്രൂ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ട്രൂ. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് വൺ ഈസ് true. That is to prove that. അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ
ടു റൈസ് ടു കെ പ്ലസ് വൺ ഇങ്ങനെയുള്ള കേസിൽ ഡയറക്റ്റ് ആയിട്ട് എന്നിന് പകരം കെ പ്ലസ് വൺ കൊടുത്താൽ മതി. ഗ്രേറ്റർ ദാൻ കെ പ്ലസ് വൺ എന്ന് പ്രൂവ് ചെയ്യണം. ഇനി നമുക്ക് നോക്കാം. വി ഹാവ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് എന്താണ്? ടു റൈസ് ടു കെ ഗ്രേറ്റർ ദാൻ കെ. ടു റൈസ് ടു കെ ഗ്രേറ്റർ ദാൻ കെ. ഇനി ഇരുവശവും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈയിങ് both sides by 2. അപ്പം 2 ഇൻറ്റു 2 റൈസ് ടു കെ എന്ന് വരുമല്ലോ, ഗ്രേറ്റർ ദാൻ 2 ഇൻറ്റു കെ. ഇനി 2 ഇൻറ്റു 2 റൈസ് ടു കെ നമുക്കറിയാം എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പം ഇങ്ങനെ ഓർത്താൽ മതി. ഇവിടെ 2 കെ ടൈംസ് 2 റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു പ്രാവശ്യം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ കെ പ്ലസ് വൺ ടൈംസ് 2 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഈസ് 2 റൈസ് ടു കെ പ്ലസ് വൺ ഗ്രേറ്റർ ദാൻ 2k. ഈ 2k നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, കെ പ്ലസ് കെ എന്ന് എഴുതാമല്ലോ, കെ പ്ലസ് കെ എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2 റൈസ് ടു കെ പ്ലസ് വൺ ഗ്രേറ്റർ ദാൻ കെ പ്ലസ് കെ. ഇനി കെ പ്ലസ് കെക്ക് പകരം ഒരു കെയ്ക്ക് പകരം നമുക്ക് 1 കൊടുത്താലോ? ഒന്നോ അതിനേക്കാൾ വലിയ സംഖ്യയായിരിക്കും കെ, കാരണം കെ ഒരു നാച്ചുറൽ നമ്പറാണ്. ദെൻ 2 റൈസ് ടു കെ പ്ലസ് വൺ ഗ്രേറ്റർ ദാൻ കെ പ്ലസ് വൺ. കെ ഒന്നാണെങ്കിൽ കെയോട് ഈക്വലാണ് 1. കെ ഒന്നിനേക്കാൾ വലുതാണെങ്കിൽ കെയേക്കാൾ ചെറിയൊരു സംഖ്യയായിരിക്കും 1. ഇപ്പോൾ 2 റൈസ് ടു കെ പ്ലസ് വൺ. അപ്പോൾ നമുക്ക് ഈ ക്വാണ്ടിറ്റി, അതായത് കെ പ്ലസ് കെയേക്കാൾ ചെറിയൊരു സംഖ്യയായിരിക്കും കെ പ്ലസ് വൺ. ചെറുതോ ഈക്വലോ ആകാം. കെ 1 ആണെങ്കിൽ കെ പ്ലസ് കെ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പോൾ കെ പ്ലസ് വണ്ണും 2 ആയിരിക്കും. അപ്പോൾ ഈക്വൽ ആവാം. ഇനി കെ 1നേക്കാൾ വലിയ സംഖ്യയാണെങ്കിൽ കെ പ്ലസ് കെയേക്കാൾ ചെറിയൊരു സംഖ്യ ആയിരിക്കും കെ പ്ലസ് വൺ. അപ്പോൾ നമ്മൾ കെ പ്ലസ് കെക്ക് പകരം എന്ത് കൊടുത്തു? കെ പ്ലസ് വൺ കൊടുത്തു. ഓർക്കുക, കെ പ്ലസ് കെയേക്കാൾ വലിയ സംഖ്യയാണ് 2 റൈസ് ടു കെ പ്ലസ് വൺ. അപ്പോൾ കെ പ്ലസ് കെയേക്കാൾ ചെറിയ ഏത് സംഖ്യ കൊടുത്താലും അതിനേക്കാൾ വലുതായിരിക്കും 2 റൈസ് ടു കെ പ്ലസ് വൺ. അപ്പോൾ നമുക്ക് കെ പ്ലസ് വൺ കെയ്ക്ക് പകരം കെ പ്ലസ് വൺ കൊടുത്തു കഴിഞ്ഞാലും 2 റൈസ് ടു കെ പ്ലസ് വൺ കെ പ്ലസ് വണ്ണിനേക്കാൾ വലുതായിരിക്കും. അതുകൊണ്ട് കെ പ്ലസ് കെയ്ക്ക് പകരം കെ പ്ലസ് വൺ കൊടുത്താലും നമ്മളുടെ ഇനീക്വലിറ്റിക്ക് വ്യത്യാസം വരുന്നില്ല. 2 റൈസ് ടു കെ പ്ലസ് വൺ ഗ്രേറ്റർ ദാൻ കെ പ്ലസ് വൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടേണ്ടതായില്ലേ? 2 റൈസ് ടു കെ പ്ലസ് വൺ ഗ്രേറ്റർ ദാൻ കെ പ്ലസ് വൺ ആയി നമുക്ക് കിട്ടേണ്ടത്. ദെൻ 2 റൈസ് ടു കെ പ്ലസ് വൺ ഗ്രേറ്റർ ദാൻ കെ പ്ലസ് വൺ. ദർഫോർ പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ട്രൂ. കെ പ്ലസ് വൺ പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണ്. ദെൻ by mathematical induction, by principle of mathematical induction, P of n is true for all n belongs to n. Proof complete. Okay. ഇനി മറ്റൊരു രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ എവരി പോസിറ്റീവ് ഇൻറ്റിജർ n പ്രൂവ് ദാറ്റ് 7 റൈസ് ടു n മൈനസ് 3 റൈസ് ടു n ഈസ് ഡിവിസിബിൾ ബൈ 4. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. 7 റൈസ് ടു n മൈനസ് 3 റൈസ് ടു n ഈസ് ഡിവിസിബിൾ ബൈ 4. അതിനെയാണ് നമ്മൾ പി ഓഫ് n എടുക്കുന്നത്. ലെറ്റ് പി ഓഫ് n such that 7 റൈസ് ടു n മൈനസ് 3 റൈസ് ടു n ഈസ് ഡിവിസിബിൾ ബൈ 4. 7 റൈസ് ടു n മൈനസ് 3 റൈസ് ടു n 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്ന ഒരു സംഖ്യയാണ്, അല്ലെങ്കിൽ 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് ഉദ്ദേശിച്ചാൽ മതി. ഫോർ n is equal to 1. പി ഓഫ് 1 എന്താണ്? 7 റൈസ് ടു 1 മൈനസ് 3 റൈസ് ടു 1 ദാറ്റ്സ് ഈക്വൽ ടു 7 മൈനസ് 3 ഈക്വൽ ടു 4. 4 എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്ന ഒരു സംഖ്യയാണല്ലോ. ഈസ് ഡിവിസിബിൾ ബൈ 4. അതുകൊണ്ട് പി ഓഫ് 1 ട്രൂ ആണ്. ദർഫോർ പി ഓഫ് 1 ഈസ് ട്രൂ. ഇനി നമുക്ക് അസ്യൂം ചെയ്യണം ഫോർ n is equal to k, പി ഓഫ് k ട്രൂ ആണ്. അസ്യൂം ദാറ്റ്
പി ഓഫ് കെ ഈസ് ട്രൂ. പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. That is, assume that P of k എന്താണ്? 7 raised to k minus 3 raised to k is divisible by 4. ഇനി 7 raised to k minus 3 raised to k 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്ന സംഖ്യയാണെങ്കിൽ 7 raised to k minus 3 raised to k എന്ന് പറയുന്നത് 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ലെറ്റ് 7 raised to k minus 3 raised to k equal to 4d where d belongs to n. അങ്ങനെ 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ മാത്രമേ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് 4d എന്ന് എഴുതി 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ എഴുതി. ദെൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ എന്നാണ്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. ദാറ്റ് ഈസ് ടു പ്രൂവ് ദാറ്റ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 7 raised to k plus 1 minus 3 raised to k plus 1 is divisible by 4 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് തുടങ്ങാം. 7 raised to k plus 1 minus 3 raised to k plus 1 equal to, അപ്പോൾ ഇതിനെ നമുക്ക് തൊട്ട് മുമ്പ് 7 raised to k minus 3 raised to k equal to 4d എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഉപയോഗിക്കാവുന്ന രൂപത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണം. നമ്മളിതിൻ്റെ കൂടെ ഒരു നമ്പർ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. 7 raised to k plus 1 മൈനസ് 7 into 3 raised to k പ്ലസ് 7 into 3 raised to k. അപ്പോൾ 7 into 3 raised to k കുറയ്ക്കുകയും ചെയ്തു, കൂട്ടുകയും ചെയ്തു. മൈനസ് 3 raised to k plus 1. അപ്പോൾ ഒരേ സംഖ്യ തന്നെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ വാല്യൂവിന് വ്യത്യാസമൊന്നും വരുന്നില്ല, ഈക്വലായി ഇതിനോട് തന്നെ ഈക്വലായിരിക്കും. ഇനി ഈ രണ്ട് ടേമുകളിൽ 7 കോമൺ ആണ്. അല്ലെങ്കിൽ നമുക്കിതിനെ ഈ 7 raised to k plus 1 നമുക്ക് എങ്ങനെ എഴുതാം? 7 into 7 raised to k എന്ന് എഴുതാമല്ലോ. കാരണം ഇവിടെ k plus 1 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ k ടൈംസും പ്ലസ് 1 k plus 1 ടൈംസ് ആയി. മൈനസ് 7 into 3 raised to k പ്ലസ് 7 into 3 raised to k മൈനസ് ഇവിടെയും മാറ്റാമല്ലോ, 3 into 3 raised to k എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ രണ്ടിടത്തും 7 കോമൺ ആണ്. അപ്പോൾ 7 into 7 raised to k മൈനസ് 3 raised to k പ്ലസ് ഇവിടെ 3 raised to k കോമൺ ആണ്. അതുകൊണ്ട് 3 raised to k into 7 minus 3 എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു 7 into 7 raised to k minus 3 raised to k എത്രയാണെന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? 4d എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഈക്വൽ ടു 4d പ്ലസ് 3 raised to k into 7 minus 3 എത്രയാണ്? 4. ഇനി ഈ രണ്ട് ടൈമിലും 4 കോമൺ അല്ലേ? ദാറ്റ് ഈസ് 4 into 7d പ്ലസ് 3 raised to k എന്ന് എഴുതാം. 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടാണ് നമുക്ക് 7 raised to k plus 1 മൈനസ് 3 raised to k plus 1 കിട്ടിയിരിക്കുന്നത്. 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈസ് ഡിവിസിബിൾ ബൈ 4. ദെർഫോർ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. അപ്പോൾ നമ്മുടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ സ്റ്റെപ്പുകളൊക്കെ ആയി. പി ഓഫ് 1 ട്രൂ ആണ്, പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് നമ്മൾ കണ്ടു. ദെർഫോർ by principle of mathematical induction, P of n is true for all n belongs to n, all positive integers n. Okay.